ഹലോ ഫ്രണ്ട്സ്, ഷാഡക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇന്നലെ PSC യോഗം തീരുമാനിച്ച് പുതിയതായി 33 തസ്തികകൾ സൃഷ്ടിക്കാമെന്നാണ് PSC തീരുമാനിച്ചത്. അതിൽ നമ്മൾക്ക് ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ പുതിയ വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഡ്രൈവർ കം OA വിളിക്കാൻ പോകണം പുതിയ നോട്ടിഫിക്കേഷനായിട്ട്. അതിൽ HDV ഉൾപ്പെടും, LMV ഉൾപ്പെടും. അതിൽ കഴിഞ്ഞ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 390/2018 LMVയും 129/2018 HDVയും. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയും, ഇതിൽ കൂടുതൽ പേരും NJD ആയി വേറെ റാങ്ക് ലിസ്റ്റ്, അതായത് ഇത് വരുമ്പോൾ പോലീസ് ഡ്രൈവറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ട് കൂടുതൽ പേരും അതിലോട്ട് പോവുകയും ഇതിൽ മാക്സിമം നിയമനം നടക്കുകയും റാങ്ക് ലിസ്റ്റ് ചുരുങ്ങി ഇപ്പോൾ ഏകദേശം കുറച്ച് പേർക്ക് ഇനി അഡ്വൈസ് വരാനുള്ളൂ. ആയതുകൊണ്ട് തന്നെ അവർ പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു സുവർണ്ണ അവസരം തന്നെയാണ്. നല്ലപോലെ പഠിച്ചാൽ മതി. പിന്നെ എല്ലാവർക്കും ഇതിലൊരു ഡൗട്ട് ഉണ്ടാവും, ഇതിലെങ്ങനെയാണ് ഇനി പുതിയ സിലബസ് എന്നുള്ളത്. അത് സാധാ നമ്മുടെ ഡ്രൈവർ PSC നടത്തുന്ന ഡ്രൈവർ പോലെ 50 GK 50 ഡ്രൈവറിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അതിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും പഠിക്കുക. ഓക്കെ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇപ്പോൾ പോലീസ് ഡ്രൈവർ മാത്രമല്ല, കഴിഞ്ഞ ഇപ്പോൾ LMV HDV റാങ്ക് ലിസ്റ്റിൻ്റെ നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ വേരിയസ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ നിറയെ NJDയും ഡെലീഷനൊക്കെ വന്നത്. അപ്പോൾ നിങ്ങൾ കരുതും അതെന്താ, ആ ജോലി നല്ലതല്ലേ, ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം നല്ലത്, അങ്ങനെയൊക്കെ കരുതും. അങ്ങനെയൊന്നുമില്ല. ഓരോന്നിൽ ശമ്പളം വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ പല ജോലികളും എല്ലാ റാങ്ക് ലിസ്റ്റിന് വരുമ്പോൾ അവർ ഏറ്റവും നല്ലതല്ലേ ചൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഹാരിസ് സാറ് തന്നെ, ആൾക്ക് എല്ലാത്തിലും നിയമനം വന്നു. ഇപ്പോൾ ഇതാ പോലീസ് വരാൻ നിൽക്കുന്നുണ്ട്. അതിൽ കമ്പനി ബോർഡാണെങ്കിൽ അതിലും അഡ്വൈസ് വന്നു. ഇപ്പോൾ നിലവിൽ സാറാണെങ്കിൽ എക്സൈസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ഏറ്റവും ബെറ്റർ അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. അതുകൊണ്ട് ആരും ഒരു ജോലിയും കുറച്ച് കാണേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും അതിൻ്റേതായ വിലകളുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, ഹാരിസ് സാറിന് ഏതിൽ കിട്ടി, എന്തുകൊണ്ട് ഹാരിസ് സാർ കൊടുത്ത്, അപ്പോൾ അതിൽ പോയായിരുന്നല്ലോ, അതിലെത്ര ശമ്പളം, എല്ലാം നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വരും, നമ്മുടെ വീഡിയോ തന്നെ വരും ഏതിലേക്ക് കിട്ടിയെന്നുള്ളത്. അതായത് എറണാകുളം ജില്ലയിൽ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലാണ് ഹാരിസ് സാറിന് അഡ്വൈസ് കിട്ടിയത്. അപ്പോൾ സാറ് ഇതാ കാണണ്ടാവും, നിങ്ങൾ എല്ലാവരും ആ വീഡിയോയിൽ കാണണ്ടാം. സാർ അത് NJD കൊടുത്തു. മറ്റൊരു സുഹൃത്തിന്, സാറിൻ്റെ പുറകിലുള്ള ഒരു സുഹൃത്തിന് ആ ജോലി കിട്ടി, അത്രയും നല്ലതാണ്. അതൊരു ഫാമിലി രക്ഷപ്പെടുന്നതാണ് സാറ് കരുതിയത്. അപ്പോൾ സാർ അതിൽ NJD കൊടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ പ്രത്യേകം പറഞ്ഞാൽ അത് കൊടുക്കണം, പെട്ടെന്ന് തന്നെ കൊടുക്കണം, അവരെ വേഗം ജോലി കയറി, അത്രയും നല്ലതാണെന്നൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ NJD ഡീറ്റെയിൽസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം അതിൽ എങ്ങനെ NJD കൊടുക്കുക എന്നുള്ളത്. കാരണം NJDക്ക് നമ്മൾ അതിന് നോൺ ജോയിനിങ് ഡ്യൂട്ടി, അതിൻ്റെ ഒരു ഫോം വരും. ആ അപേക്ഷയിലാണ് നമ്മളെല്ലാം എഴുതി കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു ഗസ്റ്റ് ഓഫീസിനെ അറ്റസ്റ്റും ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് സാറിൻ്റെ ഫോട്ടോ അത് പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ആരും മറക്കണ്ട, നിങ്ങൾ വിചാരിക്കും കമ്പനി പോടാന്നൊക്കെ, അതൊന്നും കരുതണ്ട. ഡ്രൈവറിനെ നല്ലപോലെ പഠിക്കുക. ഇതിൽ ആർക്ക് ജോലി കിട്ടും ആർക്ക് കിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു കിടിലൻ ഇൻഫർമേഷനായി വരുന്നതായിരിക്കും.